കക്കാട് ഓവർപാസിന്റെ അടിപ്പാതയിൽ 3 ലൈനുകളുടെ ട്രാക്ക് ഇട്ടു. നിയമങ്ങൾ തെറ്റിച്ച് വാഹനം ഓടിക്കുന്നവരുടെ ഒപ്പിയെടുക്കാൻ ക്യാമറയും സെറ്റ് ചെയ്തു. കൂരിയാട് ആദ്യത്തെ പാലത്തിന്റെ റീവർക്ക് തുടങ്ങി കൈവരികളെല്ലാം പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നു. കൂരിയാട് അണ്ടർപാസിന്റെ മുകളിൽ നിന്നും വയലിലേക്കുള്ള റോഡ് വർക്കിന്റെ തകൃതിയായ വർക്ക് നടക്കുന്ന ആ കാഴ്ചകളും കണ്ട് നമുക്ക് കക്കാട്ടിൽ നിന്നും വീഡിയോ തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത മലപ്പുറം ജില്ലയിലെ കക്കാട് മുതൽ കുളപ്പുറം വരെയുള്ളൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ റീച്ചിൽ 5 പാലങ്ങളാണ് വരുന്നത്. കക്കാട് ഓവർപാസ്, കക്കാട് പനമ്പുഴ പാലം, കൂരിയാട് അണ്ടർപാസ്, വയലിൽ വരുന്ന 2 പാലങ്ങൾ, പിന്നെ കുളപ്പുറം ഓവർപാസ്. അങ്ങനെ 6 പാലങ്ങളുടെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ നിൽക്കുന്നത് കരിമ്പിൽ കഴിഞ്ഞ് കക്കാട് തങ്ങൾപ്പടി ഭാഗത്താണ്. കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ഇവിടെയായിരുന്നു. അപ്പോൾ റോഡിൻ്റെ ഈ ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണാം 3 ലൈനിലെ ട്രാക്കിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കക്കാട് അണ്ടർ ഓവർപാസിൻ്റെ താഴ് ഭാഗത്ത് പെയിൻറ്റിംഗ് വർക്കുകളിൻ്റെ മുന്നോടിയായിട്ടുള്ള ഫിനിഷിംഗ് വർക്കുകൾ, സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്ന വർക്കുകളും അതുപോലെ ക്യാമറ സെറ്റ് ചെയ്യുന്ന വർക്കുകളും കക്കാട് ഓവർപാസിൻ്റെ ആ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു സൈഡുക്കും അത് നേരെ ഓപ്പോസിറ്റ് ആ സൈഡുക്കും കക്കാട്ടങ്ങാട് മൊത്തമായിട്ടുള്ളൊരു വീഡിയോയും കാണിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. എത്തുന്ന റൈറ്റ് സൈഡിൽ നോക്കി ഇവിടെ വലിയ ക്രെയിൻ ഉപയോഗിച്ച് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഇനിയും വെക്കാനുണ്ട്. പകുതിയിലേറെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് പോയിട്ടുണ്ട്. മറ്റു വെക്കാത്ത ഭാഗങ്ങളിൽ വീണ്ടും സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്യുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ സൈഡിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ആ ഒരറ്റം മുതൽ ഈ ഓവർപാസ് വരുമ്പോൾ ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണുള്ളത്, ഇടത് ഭാഗത്ത് അതിൻ്റെ വർക്കുകൾ നടക്കാറുണ്ട്. അതുപോലെ ഈ ഓവർപാസിൻ്റെ ആ പെയിൻറ്റ് ബ്ലൂ കളറും യെല്ലോ ബ്ലാക്ക് കളറുള്ള പെയിൻറ്റ് വർക്കുകളൊക്കെ ഇന്നലെ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് മുകളിൽ 2 ഭാഗത്തെ കൈവരിക്കൊപ്പിച്ചുള്ള കുറഞ്ഞൊരു ഭാഗങ്ങളിലെ കോൺക്രീറ്റ് വർക്കുണ്ട്. അതുപോലെ കുറഞ്ഞ ഭാഗങ്ങളിലും ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ഈ കാലിന് ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവിടെ സോളാറിൻ്റെ പാനലൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡിവൈഡറിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഇത് വരിക. അപ്പോൾ അത് സെറ്റ് ചെയ്ത് അതിന് ശേഷമുള്ള വീഡിയോ നമുക്ക് ഈ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ കാണിക്കാം. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ കറങ്ങി ഇതിൻ്റെ മുകളിലേക്ക് പോയി അതിൻ്റെ മുകളിലെത്തി അവിടെ നിന്നുള്ള ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നോക്കി നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ട്രാക്കൊക്കെ ഇട്ട് പോയ കാഴ്ച അടിപൊളിയാട്ടോ. ഈ ഡിവൈഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെ ആ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നേരെ ഓപ്പോസിറ്റിൽ ക്രെയിൻ അതാ സ്ട്രീറ്റ് ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജുമാത്ത് പള്ളിൻ്റെ ആ ഒരു ഭാഗത്ത് 2 ഭാഗത്തെ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും കൈവരിൻ്റെ വർക്കുകളും അതുപോലെ അതിനൊപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളും സെൻറ്ററത്തെ ഡിവൈഡറൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് അടിച്ച ഈ ഒരു ഭാഗത്ത് ആ ട്രാക്ക് ഇട്ട് പോയ വർക്കുകളും കണ്ട് അടിപൊളി കഴിഞ്ഞു. നേരെ ഓപ്പോസിറ്റിലുള്ള ട്രാക്കും വർക്കുകളും കഴിഞ്ഞാൽ കിടിലമാവും. അങ്ങനെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കക്കാട്ടങ്ങാടിയിലെ ഇപ്പോഴത്തെ ബിൽഡിങ് കച്ചവട സ്ഥാപനങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിച്ച് നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു വീഡിയോയും കണ്ട് നമുക്ക് അവിടുന്ന് അങ്ങോട്ട് പാലത്തിൻ്റെ ഈ ഓവർപാസിന് അടിപ്പാതയിലൂടെ തന്നെ കടന്ന് കൂരിയാട് കക്കാട് പനമ്പുഴ പാലം ആ ഒരു ഏരിയ വരെ പോകാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് നോക്കി കൂരിയാട് ഭാഗമാണ് ആ കാണുന്നത്. ഇവിടെയൊക്കെ റോഡിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഇതിനൊക്കെ ട്രാക്ക് ഇട്ട് പോകാനുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ട്രാക്കിൻ്റെ വർക്കായിട്ടില്ല. അപ്പോൾ എത്രത്തോളം എന്നുള്ളത് നമുക്ക് വീണ്ടും ഈ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ ആദ്യത്തെ പാലത്തിൻ്റെ വർക്ക് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. പുതിയ പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ പതുവായി കടന്നു പോകുന്നത്. അതോടെ വീണ്ടും ആദ്യത്തെ പാലത്തിൻ്റെ റീവർക്ക് അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ കൂരിയാട് അണ്ടർപാസ്, അവിടെ ഞങ്ങളുടെ വയൽ പ്രദേശത്ത് കൂടി വരുന്ന 6 വരിപ്പാതയുടെ വർക്കുകൾ എത്രത്തോളമായി എല്ലാം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കൂരിയാട് കക്കട ഓവർപാസ് കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് 2 ഭാഗത്തെ ഇരുവശത്തെ ചുമരിൻ്റെ വർക്കുകളും കൈവരിൻ്റെ വർക്കുകളും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള പെയിൻറ്റും വർക്കുകളാണ്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല ഫിനിഷിങ് കറുത്ത റോഡുണ്ടെങ്കിൽ ഇനി ഇതിന് ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളാണ്. ഉടനെ ആ വർക്കുകളും നടക്കും. അതോടുകൂടി കക്കാട് ടു കോയിച്ചന വരെയുള്ള 6 വരിപ്പാതയുടെ എല്ലാ വർക്കുകളും പൂർണ്ണമാകാൻ പോവുകയാണ്. കോയിച്ചന ഓവർപാസിൻ്റെ അവിടെ നിന്നുള്ള വീഡിയോകളൊക്കെ നമ്മൾ കഴിഞ്ഞ നിങ്ങളെ കാണിച്ചതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട്
ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതിൽ. ഡിവൈഡറിനുള്ള പെയിൻറ്റിംഗ് വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ട് ഭാഗത്തെ ക്രാഷ് ബെയറിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളും ആ ഒരു ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പൂർത്തീകരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കൂരിയാട് ടു കോയിച്ചന വരെയുള്ള ആദ്യ 6 വരിപ്പാതയുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയത് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവഴി പാസ് ചെയ്യാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത്. അങ്ങനെ നമ്മൾ കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് അവിടെ സൈഡ് വാള് കോൺക്രീറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ച് നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ വർക്ക് നടക്കാൻ ഈ ഏരിയയ്ക്ക് അതിൻ്റെ ഷീറ്റ് അത് തൂണ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ്. കക്കാട് സർവീസ് റോഡുള്ള ഇരുവശത്തുമുള്ള സർവീസ് റോഡിൻ്റെ ഡ്രൈനേജ് വർക്കുകൾ ഇവിടെ നേരെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ ഈ ക്രെയിൻ കൊണ്ടുവരുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റിൽ കക്കാട് ഭാഗം ഇനിയും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പൂർണ്ണമായിട്ടും അത് കംപ്ലീറ്റ് ആയില്ല എങ്കിലും സർവീസ് റോഡ് വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആവുന്നതോടെ വളരെ വിശാലമായിട്ട് തന്നെ സർവീസുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റും. അങ്ങനെ കൂരിയാട് പുതിയ പാലത്തിൻ്റെ മുകളിലൂടെ കടന്ന് ആദ്യത്തെ പാലം നോക്കിങ്ങൾ അതിൻ്റെ കൈവരികളൊക്കെ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഈ പാലത്തിനൊപ്പിച്ച് അതേ ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ ആദ്യത്തെ പാലവും. അപ്പോൾ അതിൻ്റെ റീവർക്കുകൾ ഇപ്പോൾ ആ കൈവരികളൊക്കെ അവിടെ നിന്ന് പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പകുതിയോളം അത് നീക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഡ്രില്ല് ഉപയോഗിച്ചിപ്പോൾ KNRസിൻ്റെ പണിക്കാർ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ റീച്ചിൽ ഇനി പാലങ്ങളുടെ വർക്കുകൾ ഇല്ല. പുതിയ പാലത്തിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് അണ്ടർപാസ്സായാലും ഓവർപാസ്സായാലും ഇനിയുള്ളത് ഈ കാണുന്ന പനമ്പുഴ പാലത്തിൻ്റെ ഭാഗത്തുള്ള ആദ്യത്തെ പാലത്തിൻ്റെ റീവർക്ക് മാത്രമാണുള്ളത്. അതും കംപ്ലീറ്റ് ആകുന്നതോടുകൂടി കൂരിയാട് ടു കക്കാട് വരെയുള്ള വർക്കുകൾ 6 വരിപ്പാത വർക്ക് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഡ്രില്ല് വെച്ച് പൊട്ടിച്ച് മാറ്റുന്ന കാഴ്ച ഒന്ന് കണ്ടോക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വയലിലേക്ക് എത്തുന്നതിന് മുമ്പ് കൂരിയാട് അണ്ടർപാസ് വേങ്ങര ഭാഗത്തേക്കും അവിടുന്ന് ചമ്മാട് തിരുരങ്ങാടി ചമ്മാട് മമ്പുറം ഭാഗത്തേക്കൊക്കെ പോകുന്ന ആ ഒരു ഏരിയക്കാണ് ഈ അണ്ടർപാസ് വന്നിട്ടുള്ളത്. അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്ന തുടക്കം മുതലേ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. അതിന്റെ പില്ലറ് ഗർഡർ വെക്കുന്നത് മനസ്സിലായി വാർപ്പിടുന്നത്. ഇന്നിപ്പോൾ കക്കാട് പനമ്പുഴ ഈ പാലം കണ്ട് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ ഒരു കുറച്ച് ദിവസം മുമ്പേ അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞതാണ്. ഇനി ഈ ഭാഗത്താണ് ടാറിങ് ചെയ്യാനുള്ളത്. ഇവിടെ ഇനി ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കാണ്ട് പൂർണ്ണതയിൽ ടാറിംഗ് വർക്കുകളൊന്നും ആയിട്ടില്ല. ആ ഒരു ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറഞ്ഞ ഏരിയയിൽ മാത്രമാണ് പനമ്പുഴ പാലം കഴിഞ്ഞാൽ ഇവിടെ ടാറിങ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പാലം വരെ 6 വരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഫൈനൽ ടാറിംഗ് വർക്കുകളും നടക്കാനുണ്ട്. ഒരു പക്ഷേ അടുത്ത ഘട്ടം ഞാൻ ഈ ഭാഗത്ത് കൂടെ കടന്നു പോകുമ്പോൾ കൂരിയാട് അണ്ടർപാസ് മുതൽ കക്കാട് വരെയുള്ള 6 വരി പാതയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്രയും വേഗതയിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തും ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് കടന്നു പോകുന്നത്. മുകൾ ഭാഗത്തു നിന്നുള്ള ആ ഒരു കാഴ്ച വയലിൽ 2 പാലങ്ങളാണ് വരുന്നത്. 3 വെള്ളം ചാല് കീറിയിട്ടുള്ള പാലങ്ങൾ, അതുപോലെ ഗർഡറിലൂടെയുള്ള വലിയൊരു പാലവുമാണ് കുളപ്പുറം എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ വർക്ക് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് എത്രത്തോളം അതിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ട് സൈഡ് വാള് ബ്ലോക്കിൽ ഉയർത്തി ഈ അണ്ടർപാസിനോടൊപ്പിച്ച് മണ്ണിട്ട് വന്നിട്ടതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ അണ്ടർപാസിൻ്റെ മുകളിൽ നോക്കി ഇവിടെ മെയിൻസിലെ വാർപ്പിട്ടുള്ള ടാറിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 2 ഭാഗത്തെ ബാരിയറിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകൾ, സെൻറ്ററിൻ്റെ ഡിവൈഡറിനുള്ള പെയിൻറ്റ് വർക്കുകൾ, ടാറിംഗ് വർക്കുകളൊക്കെ ഇനി ഇവിടെ ചെയ്യാണ്ട്. അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും കുളപ്പുറം ആ ഏരിയ വരെയുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് 6 വരിപ്പാതയുടെ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സൂപ്പർ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ അണ്ടർപാസിനെ ഒപ്പിച്ചുയർന്ന് വരാൻ ഒരു 10 ബ്ലോക്കിൻ്റെ ഹൈറ്റ് വരാനുണ്ട്. അതുപോലെ അവിടെ ആ ബ്ലാക്ക് ഷെല്ലൊക്കെ വിരിച്ച് ഓരോ ലെയർ മണ്ണിട്ടുയർത്തി വീണ്ടും ഗ്രേഡർ ഉപയോഗിച്ച് അത് ലെവൽ ചെയ്ത് കമ്പാക്റ്റിംഗ് വർക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡ് ടൈം ആയതുകൊണ്ട് അവർ റെസ്റ്റിലാണ്. ആ ഒരു ഭാഗത്തുനിന്ന് ക്രെയിനിൽ ഈ ഒരു ഏരിയയിലേക്ക് ബ്ലോക്ക് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ അവിടെ കാണിച്ച സമയത്ത് 1/4 ഭാഗത്തോളമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ പകുതിയിലേറെ 3/4 ഭാഗത്തോളം 2 ഭാഗത്തും ബ്ലോക്ക് ഉയർന്ന് അണ്ടർപാസിനോട് ഒപ്പിച്ച് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ പൊതുവെ ആളുകൾ പറയാറുണ്ട് വാഹന ഗതാഗത കുരുക്ക് വളരെയധികം
കൂടുതലാണ്. അതിനൊരു പ്രധാന കാരണം കൂരിയാടിൽ നിന്നും വേങ്ങര ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതുകൊണ്ടുള്ള ആ ഒരു ബ്ലോക്ക്, അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന ബ്ലോക്ക്. അപ്പോൾ സർവീസ് റോഡ് ആകുമ്പോൾ തന്നെ അത് വളരെയധികം ടൈറ്റ് ആവുകയാണ് അവിടെ. അപ്പോൾ മുകളിലെ 6 വരിപ്പാതയുടെ വർക്കുകൾ കംപ്ലീറ്റ് ആകുന്നതോടെ വളരെ സുഖകരമായിട്ട് തന്നെ ബ്ലോക്ക് ഇല്ലാതെ തന്നെ ഇനി വാഹനങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു പണികൾ പൂർത്തീകരിക്കുന്നത് വരെയുള്ള ഒരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിഭാഗത്തുണ്ടാവും. അങ്ങനെ നമ്മളിവിടെ നിങ്ങൾ കുളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ സൈഡ് ബ്ലോക്ക് എത്രത്തോളം ആയിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, സർവീസിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, 2 ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ ഈ ഒരു സൈഡിലും നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, അതുപോലെ സൈഡിൽ ഈ ബ്ലോക്കിൻ്റെ അടിഭാഗത്തുള്ള ചെറിയ കോൺക്രീറ്റ് പടവ്, അങ്ങനെ ഞങ്ങൾ അണ്ടർപാസ് എത്തി. തോടിന് കുറുകെ വരുന്ന പാലത്തിന് 3 ഭാഗമായിട്ടാണ് വെള്ളം ഒഴുക്കി വിടുന്നത്. അങ്ങനെയുള്ള വലിയൊരു അണ്ടർപാസ് തന്നെയാണ് ഈ കൂരിയാട് സെൻട്രൽ ഭാഗത്തുള്ളത്. നമുക്കറിയാം ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ പാടത്ത് വെള്ളം ഒഴുക്കി വിടുന്നതിന് വേണ്ടി 12ഓളം ചെറിയ കലുങ്കുകൾ നിർമ്മിച്ചിട്ടാണ് ഇരുവശവും കോൺക്രീറ്റ് വാളിൽ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുള്ളത്. പിന്നീട് ഇതുപോലെ കൂടുതലായിട്ട് വെള്ളം കടന്നു പോകാൻ പറ്റിയ രീതിയിലുള്ള 2 വലിയ പാലങ്ങളും അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റായി. കൂരിയാട് അണ്ടർപാസ് നമ്മൾ കണ്ട അതിൻ്റെ മുകളിൽ നിന്ന് ഒരേ ലെവലിൽ 2 ഭാഗത്തും സൈഡ് വാള ബ്ലോക്കിൽ ഉയർത്തി സ്ട്രൈറ്റ് ആയിട്ട് അതിൻ്റെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ വളരെ തകൃതിയായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ലെഫ്റ്റ് ഭാഗത്ത് ഇനിയും ക്രാഷ് ബാരിയർ റെഡിമെയ്ഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയും പാലത്തിൻ്റെ മുകൾ ഭാഗത്തെ വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ള ക്രാഷ് ബാരിയറാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ മണ്ണിട്ട് ലെവലാക്കി ആ അണ്ടർപാസിൻ്റെ ആയിട്ട് കുളപ്പുറം ഓവർപാസ് വരെ എന്ന് കഴിഞ്ഞാൽ പിന്നീട് മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞാൽ ഈ ക്രാഷ് ബാരിയറാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ളത്. അതൊക്കെ അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു പാലം കൂടി കാണിച്ചിട്ട് കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയ വരെ, ആ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് 3 ലൈനിക്കുള്ള ടാറിംഗ് വർക്കുകൾ കുളപ്പുറം ഓവർപാസ് വരെ ആയിട്ടുണ്ട്. അതും ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഇവിടെ നോക്കി നിങ്ങൾ ഈ ഒരു ഏരിയയിലാണ് ഗർഡറിൽ വലിയ ഗർഡർ വെച്ച് വലിയൊരു എന്താ പറയുക വെള്ളം ഒഴുക്കിടാൻ പറ്റിയ രീതിയിലുള്ള ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പണികൾ കഴിഞ്ഞു. ഈ പാലം കണ്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് കഴിഞ്ഞാൽ പിന്നീട് കോൺക്രീറ്റ് വാളാണ് അടിയിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്ത് വീണ്ടും നല്ല തിക്നെസ്സിൽ കോൺക്രീറ്റ് ഉയർത്തി അതിൻ്റെ മുകൾ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞ്, അതുപോലെ അതിന് അടിഭാഗത്ത് സൈഡ് ആ ചെറിയ പടവ്, ടാറിംഗ് വർക്കുകൾ, ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, സൈഡ് ബാരിയറിൻ്റെ വർക്കുകൾ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ, എല്ലാ വർക്കുകളും ഈ ഒരു ഏരിയയിൽ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് ഇപ്പോൾ പുതുതായിട്ട് മണ്ണ് ഈ ഭാഗത്ത് നിന്ന് എടുക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് നമുക്കറിയാം വയൽ പ്രദേശം ഉയർത്തി വരുന്നത് കൊണ്ട് തന്നെ ആ ഏരിയയിലേക്ക് കൂടുതൽ മണ്ണ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മണ്ണ് JCB ഉപയോഗിച്ച് എസ്കേറ്റർ ഉപയോഗിച്ച് ടോറസ് ലോറിൽ മണ്ണ് കയറ്റി ഇവിടെ നിന്നാണ് ഇപ്പോൾ ആ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല വിശാലമായൊരു സ്ഥലമായി മാറിയിട്ടുണ്ട്. 5-6 മീറ്റർ ഹൈറ്റിലുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ മണ്ണെടുത്ത് തന്നപ്പോൾ നല്ല വീതി വിസ്താരമായൊരു സ്ഥലമായിട്ടുണ്ട്. ഇനി അവിടെ തിരിച്ച് നമ്മൾ വയലിൽ കണ്ട ആ ഗർഡറിൽ പാലം പണിയത് ആ ഏരിയയിലേക്ക് ഇതുവഴി കടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ എത്തി ആ പാലാണ് കാണുന്നത്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ നിന്ന് കണ്ട് 3 ലൈനിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയയിൽ വരെ എത്തിയിട്ടുണ്ട്. ഇനി 3 ലൈനിൻ്റെ ടാറിംഗ് ചെയ്യാണ്ട് അവിടെ മണ്ണിട്ട് ഉയർത്തി പാലത്തിനൊപ്പിച്ച് ഉയർത്തി വരാനുണ്ട്. ആ സൈഡിൽ സൈഡ് വാള് ഇനിയും ബ്ലോക്കിൽ ഉയർത്തി വരാനുള്ള വർക്കുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാം ആ ഏരിയയിൽ നിന്നും ആ പാലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നുള്ള സൈഡിൽ കോൺക്രീറ്റുള്ള ആ ഷീറ്റ് കാര്യങ്ങളൊക്കെ അവിടുന്ന് ക്രെയിനിൽ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച. അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കാണ് നമ്മുടെ കുളപ്പുറത്ത് നിന്നും കൂരിയാട് പാടത്ത് ഈ ഒരു ഏരിയ വരെയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് തിരിച്ച് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എത്രത്തോളമാണ് കുളപ്പുറം ഓവർപാസ് വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കി നിങ്ങൾ ആ ഭാഗത്ത് ഇപ്പോൾ സൈഡ് വാളിൻ്റെ ബ്ലോക്കിൽ ഉയർത്തി അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് മുകളിലെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കാണുള്ളത്. ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകൾ നടക്കാറുണ്ട്. അതിൻ്റെ മിഷനറീസൊക്കെ നമ്മൾ വരുമ്പോൾ ആ ഏരിയയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ അതിൻ്റെ വർക്കും കഴിയുന്നതോടെ മണ്ണ് കമ്പാക്റ്റിങ് മെറ്റിട്ട് വരിക, അതുപോലെ ടാറിംഗ് വർക്കൊക്കെയാണ് ഞാൻ ആ സൈഡിൽ ചെയ്യാനുള്ളത്. നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിച്ചാൽ നമുക്കറിയാം ഇവിടുന്ന് മണ്ണ് താഴ്ചയിലെടുത്തൊരു ഏരിയയാണ്. ഇവിടെ കോൺക്രീറ്റ് വാളിലാണ് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. പാടത്ത് തോടിന് കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഏരിയയിൽ കുറഞ്ഞൊരു ഭാഗം ഇനിയും ബ്ലോക്ക് വെച്ച് വരാനുണ്ട്. അപ്പോൾ അവിടുന്ന് എക്സ്കവേറ്ററിൽ അതിൻ്റെ കൊട്ടയിൽ അതാ ബ്ലോക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകട്ടോ. പിന്നെ കുളപ്പുറം ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. അതിൻ്റെ സൈഡിലെ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും
അതുപോലെ കൈവരിൻ്റെ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും അതിൻ്റെ മുകൾ ഭാഗത്ത്, പ്രത്യേകിച്ച് എയർപോർട്ട് റോഡൊക്കെ ആ ഭാഗത്ത് കടന്നു പോകുന്നതുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ടുള്ള വലിയൊരു ഓവർപാസാണ് കുളപ്പുറത്തെ ഓവർപാസ്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള പെയിൻറ്റും വർക്കുകളും അതിൻ്റെ സൈഡിലുള്ള പെയിൻറ്റ് വർക്കുകളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ട കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുളപ്പുറം ഓവർപാസ് വരെ 6 വരിപ്പാതയുടെ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കുളപ്പുറം മുതൽ VK പടി തലപ്പാറ വരെ 6 വരിയുടെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ കുളപ്പുറം ഓവർപാസിന് അടിപ്പാതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 ലൈനുകളുള്ള ടാറിംഗ് വർക്ക് ഈ ഏരിയ വരെ കഴിഞ്ഞിട്ടോ. ഇനി നേരെ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിംഗ് വർക്ക് നടക്കാനുള്ളത്. ഇവിടെ മണ്ണ് ടോറസിൽ കൂടെ തട്ടിയിട്ട് ഇനി ഗ്രേഡർ വെച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ തങ്ങൾപ്പടി, കക്കാട് തങ്ങൾപ്പടി ആ ഭാഗത്ത് തുടങ്ങി. അവിടെ ഏറ്റവും പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇനി വെക്കാത്ത ഭാഗങ്ങളിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ CCTV ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്ന വർക്കുകളും. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ കൂരിയാട് കക്കാട് പനമ്പുഴപ്പാലം കഴിഞ്ഞ് കൂരിയാട് അണ്ടർപാസിന് മുകളിലുള്ള ഈ വയലിലുള്ള കിടലം കാഴ്ചകളൊക്കെ ഉണ്ട്. കുളപ്പുറം ഓവർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് ഈ വയലിലുള്ള അണ്ടർപാസിൻ്റെ തോടിന് കുറുകെ വരുന്ന ആ പാലത്തിൻ്റെ 3 ലൈനുക്കുള്ള വർക്കുകളും 3 ലൈൻ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാതയിൽ അവിടെ പെയിന്റിന്റെ വർക്കുകൾ കഴിഞ്ഞു. കക്കാട് ഓവർപാസിന്റെ 6 വരിൽ പാതയിൽ നിന്നും അതിന്റെ മുകൾ ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ച നമ്മൾ കണ്ടല്ലോ. വൈറ്റ്, ബ്ലാക്ക്, യെല്ലോ കളർ പെയിന്റ്. ആ ഒരു വർക്ക് കുളപ്പുറം ഓവർപാസിന്റെ 2 ഭാഗത്തും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളപ്പുറത്ത് ലാസ്റ്റ് ഘട്ടം, അവസാന ഘട്ടത്തിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഡിവൈഡറിനുള്ള വൈറ്റ് അടിച്ചതിന് ശേഷമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റും അതുപോലെ കക്കാട് വെച്ച ക്യാമറ ഉണ്ടല്ലോ പാലത്തിന് ഒപ്പിച്ചുള്ള അതിന്റെ CCTV ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള വർക്കുകളും ടാറിംഗ് വർക്ക് കഴിഞ്ഞ 6 വരി പാതക്ക് ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ മാത്രമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുളപ്പുറത്തെത്തി. കുളപ്പുറം ടു ഇവിടുന്ന് അങ്ങോട്ട് ഇരുമ്പ് ചോല തലപ്പാറ ഭാഗം വരെയുള്ള ഒരു വീഡിയോയുമായി അടുത്ത ഘട്ടത്തിൽ വരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കക്കാട് ടു കുളപ്പുറം വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ തന്നെ വിളയുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.